രാവിലെ കണ്ണു തുറന്നപ്പോൾ തന്നെ സ്റ്റീവ് ബക്നറാണ് ഇൻസ്റ്റാഗ്രാമിൽ വന്നത്. സ്റ്റീവ് ബക്നറിനെ ക്രിക്കറ്റ് പ്രേമികളൊന്നും മറക്കാൻ സാധ്യതയില്ല. മലയാളികൾ മാത്രമല്ല, ഇന്ത്യക്കാർക്കെല്ലാം ഒരു തവണ പിടിച്ച് രണ്ടിടി കൊടുക്കണം. നമ്മുടെ സിദ്ധു സ്റ്റമ്പ് എടുത്തിട്ട് ആരെയോ കുത്തി എന്നൊക്കെ പറയില്ല, അതുപോലെ ദേഷ്യം ഉണ്ടായിരുന്നു മനസ്സിൽ കേട്ടോ. കാരണം സച്ചിൻ്റെ ആ വിക്കറ്റൊക്കെ ഓർക്കുന്നുണ്ടല്ലോ, ജെയ്സൺ ഗില്ലസ്പി എറിഞ്ഞ ആ ബോൾ നമ്മുടെ 1.5 സ്റ്റമ്പിന് മേലിൽ കൂടെ പോകേണ്ട, അത്രയും ബൗൺസിൽ പോകേണ്ട ബോളിനെ LB വിളിക്കുന്നു. മാത്രമല്ല സച്ചിൻ എത്ര കൂളാണെന്ന് കാണിച്ചതുമാണ്. ആ വിക്കറ്റ് പോയപ്പോൾ പുള്ളിയുടെ എക്സ്പ്രഷൻ, ഗില്ലസ്പി ഒക്കെ അപ്പീൽ ചെയ്തോട്ടെ എന്ന് കരുതി പുള്ളി ഒന്ന് നോർമൽ ആട്ടോ, ഓക്കെ നോർമൽ അപ്പീൽ, പക്ഷെ പെട്ടെന്ന് ഔട്ട് കൊടുത്തു എന്ന് കണ്ടപ്പോൾ തന്നെ പുള്ളിയുടെ എക്സ്പ്രഷൻ എന്ന രീതിയിലുള്ള ഒരു എക്സ്പ്രഷൻ ഒക്കെ വന്നു. അത് മാത്രമല്ല, ആ ഡിസിഷൻ മാത്രമല്ല, കുറേ ഡിസിഷൻസ് ഇന്ത്യക്ക് ഓപ്പോസിറ്റ് എടുത്ത മനുഷ്യനാണ്. പക്ഷെ ഇപ്പോൾ വന്ന് ആ ചാനലിൽ ഇരുന്നിട്ട് ആ ഡിസിഷൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ആ ഡിസിഷൻ പുള്ളി അന്ന് കൊടുത്തതിന് കാരണം ആ പിച്ചിലെ ബൗൺസാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സൈമൺസിൻ്റെ ഒരു എഡ്ജ് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? പ്യുവർ എഡ്ജ്. പിന്നെ ദ്രാവിഡിൻ്റെ വിക്കറ്റ്, അങ്ങനെ കുറേ ഇന്ത്യക്കെതിരെയുള്ള കുറേ വിക്കറ്റുകൾ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? സ്റ്റീവ് ബക്നർ, എനിക്ക് തോന്നുന്നില്ല. പുള്ളിയുടെ ആ വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റ്സ് ഫുള്ള്, ഒരു കമൻറ്റൊക്കെ ഭയങ്കര കോമഡിയാണ്. എനിക്ക് DRSൻ്റെ ഫാദർ ആണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ കുറേ മോശം ഡിസിഷൻസ്. ഒരു ലെജൻഡായിട്ടാണല്ലോ പുള്ളി അത്രയും ലെവൽ അമ്പയറിംഗ് ഒക്കെ ചെയ്തത്. എന്നിട്ടും വെറുപ്പൊരുപാട് സമ്പാദിക്കപ്പെട്ട ഒരു മനുഷ്യനായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. ഇന്ന് രാവിലെ ആ വീഡിയോ കണ്ട സമയത്ത് ഞാൻ ഓർത്തു അത് നിങ്ങളോടുകൂടെ ഷെയർ ചെയ്യണമെന്ന്. നിങ്ങൾക്ക് എന്താണ് ആ വിക്കറ്റിനെ കുറിച്ചും പുള്ളിയെക്കുറിച്ചൊക്കെ തോന്നുന്നത്? ഈ 3 ഡിസിഷൻസ് മാത്രമല്ല, ഒരുപാട് ഡിസിഷൻസ് ഇന്ത്യക്ക് ഓപ്പോസിറ്റായിട്ട് വെച്ചു. ഇന്ത്യയെ മാത്രമല്ല കേട്ടോ, പലതവണ പല ടീമുകൾക്കും പുള്ളി ഭയങ്കര പൊട്ട ഡിസിഷൻസ്, ഈ ലൈവ് കമൻട്രി പറഞ്ഞ പോലെ ഡ്രെഡ്ഫുൾ ഡിസിഷൻസ് കുറേ എടുത്ത മനുഷ്യനാണ് പുള്ളി.